ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ട് പരാജയപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? മിക്കവാറും ആൾക്കാരൊക്കെ ഈ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ജിം മെമ്പർഷിപ്പ് എടുക്കുന്നു, 2-3 മാസം തുടർച്ചയായി പോകുന്നു, അതിനുശേഷം പോകാതിരിക്കുകയും അതിൻ്റെ ഫലമായി തടി, അതുപോലെ അസുഖങ്ങൾ തിരിച്ച് ശരീരത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിനുള്ള പ്രധാന കാരണം എന്തായിരിക്കും? ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റൂൾ എക്സാമ്പിളായിട്ട് എടുക്കാം. 3 കാലുള്ള ഒരു സ്റ്റൂൾ സങ്കല്പിക്കുക. അതിൻ്റെ ഏതെങ്കിലും ഒരു കാല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടും, റൈറ്റ്? ഇൻ ദ സെയിം വേ കൺസിസ്റ്റൻസിക്കും 3 തൂണുകളാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി. ഇൻ കേസ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒബ്സർവ് ചെയ്യാൻ ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒരാളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മടി പിടിച്ച് ആ ഒരു പ്രോസസ്സിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 2, റൈറ്റ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട്, പക്ഷെ അത് എങ്ങനെ, എപ്പോൾ, ഏത് സമയത്ത് കൃത്യമായി ചെയ്യണം എന്നുള്ളത് കൃത്യമായി അറിയില്ല എങ്കിൽ ഇതും കൺസിസ്റ്റൻസി നഷ്ടപ്പെടാൻ ഒരു പ്രധാന കാരണമാണ്. നമ്പർ 3, ലാക്ക് ഓഫ് സപ്പോർട്ട്. ഇൻ കേസ് നിങ്ങൾ ഒരു പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീവിയേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഡീവിയേറ്റ് ചെയ്യാതെ നിങ്ങൾ തിരിച്ച് അതേ പാതയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരാളുണ്ടെങ്കിൽ അതും